മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്കു പോയ കഥ ശ്രീ പാലാ നാരായണൻ നായർ കവിതാരൂപത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. കരിയില ചോദിച്ചു മണ്ണാങ്കട്ടെ, കാശിക്കു പോകേണ്ടേ മണ്ണാങ്കട്ടെ. പോകേണം പോകേണം നമ്മൾ രണ്ടും, കാശിക്കു പോകേണം പുണ്യമുണ്ടേ. രണ്ടാളും ഒന്നിച്ചു മാനത്തൂടെ കണ്ടും പറഞ്ഞും നടന്നുപോയി. കാറ്റുവരുന്നല്ലോ മണ്ണാങ്കട്ടെ, ചുറ്റിപ്പം ഞാനിപ്പോൾ കാത്തിടേണം. കരിയില നീങ്ങാതെ മണ്ണാങ്കട്ട കയറിയിരുന്നു പുറത്തു വേഗം. മഴയൊന്നു പിന്നാലെ വന്ന നേരം വിഷമിച്ചു നിന്നു പോയി മണ്ണാങ്കട്ട. കരിയില കുട പോലെ പൊങ്ങി നിന്നു, കരയുന്ന മിത്രത്തെ കാത്തുപോന്നു. ഇരുവരും ആപത്തു നീങ്ങി വേഗം തരമോടു കൈകോർത്തു യാത്രയായി. ചങ്ങമ്പുഴയുടെ ഒരു കവിത കേൾക്കാം. വസന്തം വന്നു. മുറ്റത്തെ മുല്ലകളൊക്കെ പൂത്തു, കറ്റക്കിടാവിന്റെ കൺകുളിർത്തു. ആയവനാശിച്ചില്ലെന്നിരിക്കുകിലാഗമിച്ചിടുമോ പുഷ്പകാലം, അവൻ സ്വാഗതമോതുമോ സാനുകൂലം. പൂത്ത പൂവല്ലികൾ പുൽകി പുൽകി താർത്തെന്നലങ്ങിങ്ങു സഞ്ചരിച്ചു. എൻ മകനാനന്ദമേകുവാനല്ലെങ്കിൽ എന്തിനാ വല്ലികൾ നൃത്തമാടി, അതിലെന്തിനളികളും ഒത്തുകൂടി. മാഗന്ധ തോപ്പിങ്കലാകമാനം കാകളിത്തൂകിനാർ കോകിലങ്ങൾ. കൺമണിക്കുഞ്ഞിനു കേൾക്കുവാനല്ലെങ്കിൽ ഇമ്മട്ടിലെന്തിനു പാട്ടുപാടി അവർ തേന്മയമാക്കിയ പുഷ്പവാടി.